السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സൂറത്തു മുഅ്മിൻ അഥവാ ഗാഫിർ 27 ആയത്താണ് പൂർത്തിയാക്കിയത്. 28ാമത്തെ ആയത്ത് മുതലാണ് പറയാനുള്ളത് അല്ലെ. ഞാൻ എല്ലാവരും സിംഗിളല്ല ആണെന്ന് പറയും. എന്താണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ വിഷയം? എന്താ അതിന്റെ തുടർച്ച എടുക്കാം. അവിടെ കഴിഞ്ഞ ആയത്തുകളിൽ, അതായത് 27ാമത്തെ ആയത്ത് മുതൽ പറഞ്ഞ മൊത്തത്തിലൊന്ന് പറഞ്ഞത് ഓരോ ആയത്തിന് അർത്ഥമല്ല ചോദിച്ചത്. എന്തായിരുന്നു വിഷയം? എന്താ നോക്കിയിട്ടല്ല, ഞാൻ 27 ആയത്ത് പൂർത്തിയായി ചാന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യണം? ഫിറൗനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭവമാണ്. അതിലെന്താണ്, എവിടെ എത്തിയത്? മൂസാ നബിയുടെ സംഭവം തന്നെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശ പ്രവാചകനായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് സൂറത്തുകളിൽ വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്ത് ആറാഫിലുണ്ട്, നംലിലുണ്ട്, ഖസസിലുണ്ടാവും, ആറാഫിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി ആര് തീരുമാനിക്കുകയാണ്? ഫിറൗൻ തീരുമാനിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? അള്ളാഹുവോട് അഭയം തേടുന്നു എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം പ്രവാചകന്മാരുടെ സംരക്ഷണത്തിന് അള്ളാഹു എല്ലാ സമൂഹത്തിലും ഇതിലുണ്ട്. ഓരോ സംഭവ വികാസങ്ങൾ അള്ളാഹു സംവിധാനിച്ചു. അതിന്റെ ഒരു ഭാഗമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറൗൻ വധിക്കാൻ ശ്രമിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ നാട്ടിലേക്ക് ഉള്ളതുപോലെ തന്നെ ജനങ്ങൾ രണ്ട് തട്ടിലാണ്. ജനങ്ങൾ രണ്ട് തട്ടിലാണ് അവിടെ ഉള്ളത്, ഫറോവയുടെ നാട്ടിലും ഉള്ളത്. ഒരു വിഭാഗം കീഴാളരാണ്. നമ്മളെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ താഴ്ന്ന ജാതി. മറ്റേതോ ഫറോവയുടെ കൂടെയുള്ളത് അധികാരവർഗമാണ്. സ്വാഭാവികമായിട്ടും അടിസ്ഥാന വർഗം പറഞ്ഞാൽ അധികാരവർഗം കേട്ടുകൊള്ളണമെന്നില്ല, അല്ലെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിക്കാൻ സ്വാഭാവികമായ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിക്കാൻ ആർക്ക് കഴിയില്ല, രക്ഷിക്കാൻ ആർക്ക് കഴിയില്ല? ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ തന്നെ പിന്നെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കിട്ടുന്നതല്ലൊക്കെ കുറച്ച് കുറഞ്ഞതപ്പെടാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ, അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ പണഞ്ചെലവൊക്കെ അത് വലിയ വലിയ ആൾക്കാർ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? കുറെ കൂടി സമാധാനം കിട്ടിയത്. അപ്പോ ഫിറോവിന്റെ അക്രമത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷിക്കാൻ എന്ത് ചെയ്യില്ല? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊമ്മിന് കഴിഞ്ഞു കൊള്ളുന്നില്ല. അവിടെ അള്ളാഹ് ഒരു സംവിധാനം ഏർപ്പെടുത്തണം. അത് കേവലം സംവിധാനം മാത്രമല്ല, ഒരു ശക്തിയുടെ സംവിധാനം മാത്രമല്ല, മറിച്ച് ഫറോവയുടെ അല്ലെങ്കിൽ ഫറോവയുടെ കൂടെയുള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരാൾ അള്ളാഹു അവിടെ സംവിധാനിക്കണം. അതാണ് അടുത്ത ആയത്തുകളിൽ പറയാനുള്ളത്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്.
വഖാല റജുലുൻ മുഅ്മിനുൻ, അപ്പോ അവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ വരികയാണ്. സ്വാഭാവികമായിട്ടും മൂസാ നബി ആദ്യഘട്ടങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചതാരാ? ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാം വിഭാഗം. സ്വാഭാവികമായിട്ടും ഈമാൻ പരസ്യപ്പെടുത്തിയ ആൾക്കാരാണ്. ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ തടിയൻ എന്താണ്? രക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? സാഹിർമാരെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഫിറൗൻ എന്താ പ്രഖ്യാപിക്കുന്നത്? അവരുടെ കൈയും കാലും മിൻ ഖിലാഫ് വെട്ടാനാണ്. അത് വലത്തെ കൈ വെട്ടുകയാണെങ്കിൽ ഇടത്തെ കാലം പിന്നെ വലത്തെ കാലം ഇടത്തെ കൈയുടെ രൂപത്തിൽ കൈയും കാലും വെട്ടിവിടാനാണ്. അപ്പോ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഓടി രക്ഷപ്പെടുന്നത്. ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മോചത്ത് ദൃശ്യമാകുന്നത്, കടലിൽ പിളരുന്ന സംഭവം. ഓക്കെ, അപ്പൊ ആ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ കഴിയില്ല? മൂസാ നബിയെ അവിടെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വാക്ക് ഫിറൗൻ എന്ത് ചെയ്യില്ല, ചെവി കൊള്ളൂല എന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്താണ് വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിറൗൻ, ഫിറൗന്റെ കൂട്ടത്തിൽപ്പെട്ട, ഫിറൗന്റെ ആൾക്കാരിൽപ്പെട്ട ഒരു വിശ്വാസിയായ മനുഷ്യൻ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? യക്തുമു ഈമാനഹു, അവന്റെ വിശ്വാസം മറച്ചു വെച്ച വ്യക്തിയാണ്. ചില തഫ്സീറുകളിലൊക്കെ ഈ വ്യക്തി മുമ്പേ ഇസ്ലാം സ്വീകരിച്ച ആളാണ്, അല്ലെങ്കിൽ മുമ്പേ മൂസാ നബിയുടെ കൂടെയുള്ള ആളാണ്. കാരണം എന്തായിരിക്കും കാരണം? മൂസാ നബിക്ക് ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ഭരണരംഗത്ത് നടത്തുന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിവരം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ചോർന്ന് കിട്ടുന്നുണ്ട്. അതെന്താണ്? ഏതാ പറഞ്ഞോ? ഞാൻ താഴ്ക്കണോ? അല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ചില തഫ്സീറുകളിലൊക്കെ ഈ വ്യക്തി മുമ്പേ ഇസ്ലാം ഈ സമയത്തല്ല, മുമ്പേ വിശ്വാസിയാണ്, അങ്ങനെ മറച്ചു വെച്ച ആളാണ് എന്ന് പറയാൻ ഒരു കാരണമായിക്കൊണ്ട് ഒരു ക്ലൂ തരുന്നുണ്ട്. യെസ്, അതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബത്തിനെ കൊന്നല്ലോ, അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിലും ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ മന്ത്രിസഭ ചേർത്തിട്ട് നീതിട്ട് കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട്. ആ സമയത്ത് മദീനിലേക്കൊക്കെ ഷുഐബ് നബിയുടെ അടുത്തേക്കൊക്കെ പോകുന്നതിന് കുറെ മുമ്പ്. ആ സമയത്ത് ഒരാൾ മൂസാ നബിയോട് വന്ന് പറയുന്നത്, മൂസ, ഈ മലകുകളുണ്ടല്ലോ, ഇവിടുത്തെ ജമ്മിമാര് ഇതിനെ കൊല്ലാൻ നോക്കുന്നുണ്ട് എന്നുള്ള സംഭവം ആരറിയുന്നുണ്ട്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചോർന്ന് കിട്ടുന്നു. അതും ഈ വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ഏതായിരുന്നാലും ഈ വ്യക്തിയുടെ പ്രത്യേകത, ഇദ്ദേഹം വിശ്വാസം മറച്ചു വെച്ച ആളായിരുന്നു. പൊതുവെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തഫ്സീറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഫിറൗന്റെ കൗമിൽ നിന്ന് തന്നെ രണ്ടാൾക്കാരാണ് അങ്ങനെ വിശ്വാസികളായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ വ്യക്തിയാണ്, രണ്ടാമത്തെയോ ഭാര്യ. രണ്ടാമത് ഫിറൗന്റെ ഭാര്യ. ഈ വ്യക്തി ഫിറൗന്റെ ഇതൊരു പുത്രനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊരു സഹോദരപുത്രൻ. പിന്നെ അതേപോലെ തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ഇബത്തി അതിൽപ്പെട്ട പ്രമാണിയാണ് എന്ന് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഈമാൻ മറച്ചു വെച്ച ആ വ്യക്തി വന്നിട്ട് കൊണ്ട് പറയാണ്, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? എന്റെ റബ്ബ്, ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ചില സന്ദർഭങ്ങൾ, ചില സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇതേ സാഹചര്യം വരും. ഇതേ സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാബയുടെ സമീപം നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഇബ്നു മുഅയ്യിദ് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾ ഉണ്ടല്ലോ, ഷോള് പിടിച്ച് വലിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിനൊക്കെ അടയാളം വരുന്ന സംഭവം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ രക്ഷിക്കാമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ഇതേ വർത്താനം അവരോട് ചോദിക്കുന്നുണ്ട്.
എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ വധിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കുന്നത്. ഈ സംഭവമൊക്കെ പറഞ്ഞിട്ടാണ് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അദ്ദേഹം പറയുന്നത്, ഈ ഖുർആനിൽ അള്ളാഹ് സർട്ടിഫിക്കറ്റ് എടുത്തൊരു മനുഷ്യനാണത് റജുലുൻ മുഅ്മിനുൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് വിശ്വാസിയാണെന്ന് സർട്ടിഫൈ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ വിപത്തി. ഇയാളെക്കാൾ എത്രയോ മടങ്ങ് പുണ്യമുള്ള ആളാണ്, മഹാനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ വ്യക്തി ഈമാൻ മറച്ചു വെച്ച ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈമാൻ പ്രഖ്യാപിച്ച ആളാണ്. ഈ സാന്ദർഭികയിൽ ഒരു കാര്യം പറയാം. ഇതാരാ പറഞ്ഞത്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല. അലി റളിയല്ലാഹു തആലയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അലിയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് പിന്നീട് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ വന്ന ഉദയം ചെയ്ത കക്ഷികളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏറ്റവും കൂടുതൽ തെറി പറയാനും ആക്ഷേപിക്കാനും ഒക്കെ മുന്നിൽ നിന്നത് എന്നുള്ളത് വിരോധാഭാസമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ എന്താണ്, തലയിൽ തട്ടമിട്ട പെണ്ണാണ് എന്ത് ചെയ്യുന്നത്, തട്ടമിടുന്നത് വർഗീയതയാണ് എന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നാണല്ലോ. അതേപോലെ ഒരു വിരോധാഭാസമാണിത്. ഞങ്ങൾ അലിയുടെ ആൾക്കാരാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഈ ഖുർആനിൽ പറഞ്ഞ വ്യക്തിയേക്കാൾ എത്രയോ മേലെയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിക്കാനും മോശമാക്കാനൊക്കെ മുന്നിൽ വരുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസം. ഏതായിരുന്നാലും ആ മനുഷ്യ പറയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, ഞങ്ങളെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ വധിക്കുകയാണോ? ഖുർആൻ പലപ്പോഴും പ്രവാചകന്മാരുടെ സമൂഹത്തിൽ തൗഹീദ് എത്രയാണ് ഈ സേനകളിൽ അതൊന്നും വിശദീകരിച്ച് പറഞ്ഞ കാര്യമില്ല. തൗഹീദ് എത്ര പൊതുവെ 3 ആയിട്ടാണ് തിരിക്കാറുള്ളത്. അഖ്സാം തൗഹീദ്, പിന്നെ 1 തൗഹീദുൽ റുബൂബിയ്യത്താണ്, 2 ഉലൂഹിയ്യത്താണ്, 3 അസ്മാഉ വസിഫത്താണ്. നമ്മൾ എല്ലാ കാലത്തും പറയാനുള്ളത് പിന്നെ ഒട്ടുമിക്ക സമൂഹവും, അതായത് റബ്ബിനെ നിഷേധിക്കുന്നവർ പോലും റുബൂബിയത്തിന് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി റുബൂബിയത്ത് എന്നുള്ളത് അഥവാ റുബൂബിയത്തിന്റെ ഭാഗമാണെന്ത്? വുജൂദിയത്ത്, അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹിന്റെ റുബൂബിയത്ത് രണ്ടും കൂടിയാണെന്ത്? റുബൂബിയത്ത് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നത്? എല്ലാ സമൂഹവും അംഗീകരിച്ച ഒരു സംഗതിയാണ്. അതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കാരണം റുബൂബിയത്ത് ഫിറോനെ സംബന്ധിച്ചിടത്തോളം ഫിറോന്റെ പിന്നെ ഒരു പ്രത്യേകത എന്താ? ഫിറോന്റെ പ്രത്യേകത റുബൂബിയത്തിലേക്ക് ബന്ധപ്പെട്ട് ഫിറോന്റെ പ്രത്യേകത എന്താ? ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളാണ് ആര്? ഞാനല്ലാത്ത റബ്ബിനെ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാനാണ് റബ്ബ്, ഇനി ആ റബ്ബുക്കുമുൽ അല എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്? ഫിറോൻ. ആ ഫിർഔന്റെ സമൂഹം പോലും എന്ത് ചെയ്തിട്ടുണ്ട്? റുബൂബിയത്ത്, അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഫിറോൻ ഇങ്ങനെ പറഞ്ഞു? ഫിറോൻ എന്തുകൊണ്ട് പറഞ്ഞു? അഹങ്കാരം. അത് ഫിറോനുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട പല സമയങ്ങളിലും അള്ളാഹ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സമൂഹത്തിലും ദൈവ നിഷേധം എന്നുള്ളത് അഹങ്കാരത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അഹങ്കാരത്തിന്റെ സത്യത്തെ അംഗീകരിക്കാൻ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അംഗീകരിക്കാതിരിക്കാൻ ഒരു കുറെ കാര്യം പറഞ്ഞതാ. മക്ക മുശ്രിക്കൊക്കെ പറഞ്ഞ കാര്യം ഏതാണ് ഈ ചെങ്ങായിനെയുള്ള ആക്കിയത് എന്നുള്ളതാണ്. അത് അവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാക്കിയെങ്കിൽ ഞങ്ങൾ അപ്പൊ അത് ഇവരെ അംഗീകരിക്കാനുള്ള ഒരു പ്രയാസം, അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ അംഗീകരിച്ചാൽ നമ്മൾ ചെറുതായി പോകുമല്ലോ എന്നുള്ള പ്രയാസമാണ്. മദീനക്കാര് ലോകം ഉള്ള കാലത്തോളം ഇസ്ലാം ഉണ്ടാവുമല്ലോ, ലോകമുള്ള കാലത്തോളം മദീനക്കാർ വാഴ്ത്തപ്പെടും. കാരണം എന്താ? മദീനക്കാര് ഇവര് മക്കക്കാരെന്ത് ചെയ്തത്? നബിയുടെ മേലെ നേതാവാനാണ് നോക്കുന്നത്.
കാരണം ഇവരെ ആക്കിയിരുന്നെങ്കിൽ അവർ നബി അംഗീകരിക്കുമായിരുന്നു, ഇവര് നേതാവായിരുന്നെങ്കിൽ. പക്ഷെ മദീനക്കാരോ ആ നേതൃത്വം, ആ ഒരു പ്രവാചകത്വം തങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്നതിന് നിലക്ക് എന്ത് ചെയ്തു? പോയി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? അതിന്റെ പേരിൽ അവർക്ക് പല ഫضലുകളും അതിന്റെ പേരിൽ മദീന എന്ന നാടിനെ എന്ത് ചെയ്തു? എനിക്ക് വിശദമായി പോകുന്നില്ല, കിട്ടി. ഓക്കെ. അപ്പൊ അഹങ്കാരം കൊണ്ടാണ് പലപ്പോഴും പ്രവാചകന്മാരെ അല്ലെങ്കിൽ അവരുടെ സന്ദേശത്തെ അംഗീകരിക്കാൻ ഓരോ സമൂഹത്തിനും പ്രയാസമുണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞതിന് പേരിൽ ഒരാൾ കൊല്ലുകയും വെച്ചാൽ റബ്ബ് അള്ളയാണ് എന്നുള്ളത് അവർ തൗഹീദ് റുബൂബിയ്യത്ത് ചെയ്തിട്ടുണ്ടോ? അവർ മനസ്സാലെ പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും മനസ്സാലെ ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ മൂസാ നബി പറയുമ്പോൾ, വേറെ റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മൂസാ നബിയുടെ കുഴപ്പമുണ്ടാക്കും, അല്ലെങ്കിൽ മൂസയുടെ മതത്തെ അംഗീകരിക്കേണ്ടി വരും. തങ്ങളുടെ മേൽ ഈ മൂസ എന്ന ആൾ, തങ്ങളുടെ അധികാരത്തിന് മുകളിൽ മൂസതയും പ്രതിഷ്ഠിക്കപ്പെടും എന്നുള്ള നിലക്കൊക്കെയാണ് എന്ത് ചെയ്തത് അവര്, അല്ലെങ്കിൽ ഫിറോൻ നിഷേധിക്കാനുള്ള കാരണം. അപ്പൊ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണോ? അതവരുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കും. കാരണം എന്താ? അവരംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കാര്യം പറഞ്ഞ പേരിൽ ഒരാളെ കൊല്ലേണ്ടതുണ്ടോ? കൊല്ലേണ്ടതില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വെറുതെ പറയല്ല, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, അതും അതിനുള്ള ഒരു സൂചനയാണ്. അവരെ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു എന്നുള്ള ഒരു സൂചനയാണ്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, റബ്ബിൽ നിന്ന് ബൈനാത്ത്, വ്യക്തമായ തെളിവുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പക്ഷേ അല്ല, ഉറപ്പായിട്ടും എല്ലാ നബിമാരെക്കാളും, എല്ലാ നബിമാരുടെ സമൂഹത്തെക്കാളും എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതൽ ദൃഷ്ടാന്തം കണ്ട ഒരു വിഭാഗമായിരിക്കും വരെ ഈ കൗം. മൂസാ നബിയുടെ ആയത്തുകളെ കുറിച്ച് പറയുന്നത് തിസു ആയാത്തിൻ, എത്രണ്ണം? 9. ഒന്നിനു പറയാ ഒന്നൊന്നൊന്നായി കിട്ടുന്നുണ്ട്. ആർക്ക്? ഒരു 2 പറഞ്ഞ 2 എല്ലാവർക്കും ഒരേ 2 പറഞ്ഞ മൂസാ നബിയുടെ തിസു ആയാത്തിൽ 2 അല്ല മൂസാ നബിയുടെ കൈ. ഓക്കെ, അതാണ് വ്യക്തമായി ഖുർആൻ ആയത്താൻ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം പരിചയപ്പെടുത്തി. പിന്നെ ആയത്തുകളിൽ നിന്ന് കുറെ കിട്ടും. വെട്ടുകിളി, ക്ഷാമം, അവർക്ക് മറ്റേ ബ്ലഡിന്റെ നക്സിമിന് സമറാത്താണല്ലേ, ഫലങ്ങൾ കിട്ടാതെ തവളകള്, അത് അനുഗ്രഹമാണ്. തിസ്വായത്തിൽ പെട്ടതല്ല, അത് മൂസാ നബിയുടെ മുന്നത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ തിസ്വായത്തിൽ പെട്ടതല്ല. മഞ്ഞസൽവി അത് പിന്നെയാണ്. അതെപ്പോഴാ ഇങ്ങോട്ട് ചോദിക്കാൻ അവസരം തന്നു. അതെപ്പോഴാ? അത് ഫിറോവിന്റെ കാലശേഷം, അത് ഫിറോവിന് ശേഷമാണ് അല്ലെ. ഓക്കെ. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വടിയാണ്. വടി എന്ത് ചെയ്യും? വടി നിലത്തിട്ടാല് പാമ്പാകുക, കടലടിച്ചാൽ കടലിൽ പടരും. അതൊക്കെ വടിന്റെ പ്രത്യേകത അല്ല, മൂസാ നബിയുടെ പ്രത്യേകത അല്ല, മറിച്ച് അള്ളാഹുവിന്റെ അപാരമായ യുക്തിയും ശക്തിയും അവന്റെ കഴിവൊക്കെയാണ്. ഓക്കെ. മറ്റേതോ രണ്ടാമത്തത് നിന്റെ വസ്ത്രത്തിനുള്ളിലേക്ക് കൈ പ്രവേശിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ ചെയ്യും കൈ അല്ലാത്ത പൈത ഉണ്ടാവും, വെള്ളപ്പാണ്ടെല്ലാം. കൈ വെളുക്ക, അത് സൂവാകാം, രോഗമായിക്കൂടെ. പല പ്രത്യേകത ഉണ്ടാവും. അത് ചന്ദ്രൻ വളർത്തി, എന്താണ് ഭൗതികമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? അവർക്ക് ദൃഷ്ടാന്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രൻ വളർത്തി. ചന്ദ്രൻ വളർന്നുകൊണ്ട് അമേരിക്കയിലും ഇന്ത്യയിലും ഒരേ സമയത്ത് പകലൊന്നോ വേളോ അല്ലെങ്കിൽ രാത്രിയൊന്നോ വേളോ, എന്താ പ്രശ്നം? അത് അവർക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണം. ഇതൊരു എന്താണ് ജാഹിദുൽബൈനാത്തല്ലേ, അവർക്ക് മുന്നിലേക്ക് ദൃഷ്ടാന്തവുമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും അവരുടെ മനസ്സിനെ ആ വ്യക്തി സ്വാധീനിക്കുകയാണത്. ഇനി വീണ്ടും അദ്ദേഹം എന്താണ് ആ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് പറയാണ്, ഇനി മൂസാ നബി അലൈഹി സ്വലം കള്ളം പറയാണെന്ന് കരുതുക. കള്ളം പറയാൻ ആരെ കുറിച്ചാണ് കള്ളം പറയണത്?
ഇവർ രണ്ടുപേരും അംഗീകരിക്കുന്ന റബ്ബിനെ കുറിച്ചാണല്ലോ. ഈ രണ്ട് വിഭാഗവും അംഗീകരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിക്കുന്ന റബ്ബ്, അതേ റബ്ബിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റുബൂബിയത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതേ റബ്ബിനെയാണല്ലോ മൂസാ നബി കള്ളം പറയുന്നത്. ആ കള്ളം പറഞ്ഞാൽ അലൈഹി കദിബുഹു, ആ കദിബ്, ആ കളവ്, അദ്ദേഹത്തിന്റെ കളവ് അദ്ദേഹത്തിനെതിരെ തന്നെയായിരിക്കും, അദ്ദേഹത്തിന്റെ മേൽ തന്നെയായിരിക്കും. അതിന്റെ ദൂഷ്യവശങ്ങൾ, അതിന്റെ ദോഷങ്ങൾ, അതിന്റെ കുറ്റം ആർക്കായിരിക്കും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായിരിക്കും. അപ്പൊ അള്ളാഹിനെ കുറിച്ച് കള്ളം പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ് തന്നെയാണുള്ളത്. ആ അള്ളാഹ് ഈ മൂസാ നബിയെ ഇഹലോകത്തും പരലോകത്തെ കഴിഞ്ഞ് ശിക്ഷിക്കും. എന്നാൽ ഇനി അദ്ദേഹം കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വരാനില്ല. സത്യാണെങ്കിലോ യുസിബുക്കും ബഅദുല്ലദീ യഇദുക്കും, അദ്ദേഹം നിങ്ങളോട് താക്കീത് നൽകുന്ന ചില സംഗതികളുണ്ട്, ചില ശിക്ഷകളുണ്ട്. ആ ശിക്ഷകൾ നിങ്ങളെ ബാധിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. അല്ലാഹു ദീല മുസ്രിഫുൻ കദ്ദാബുമായവനെ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല. മുസ്രിഫുൻ ഈ ആയത്തുകളിൽ ഇങ്ങനത്തെ കുറെ വേർഡുകൾ കാണും. ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കുറെ സംഗതികൾ കാണും. മുസ്രിഫുൻ കദ്ദാബ്. എന്താ മുസ്രിഫുൻ കദ്ദാബ്? മുസ്രിഫ് നോക്കിയിട്ട് പറഞ്ഞോ. മുസ്രിഫ് ഇസ്രാഫ്. ഇസ്രാഫ് എന്താ? അതിരുകവി അല്ലെ? മുസ്രിഫ് അതിരുകവിയ. കദ്ദാബ് നിഷേധി, കള്ളമാക്കുന്നവൻ. വിശ്വാസപരമായ കാര്യങ്ങളിൽ കർമ്മപരം ഒരു മുസ്ലിം രണ്ട് മേഖല ഉണ്ടാകാം. അള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് രണ്ട് മേഖല ഉണ്ടാകും. ഒന്ന് വിശ്വാസപരം, രണ്ട് കർമ്മപരം. ഈ രണ്ട് മേഖലകളിലും ഒരു വിശ്വാസി എന്തായിരിക്കണം എന്നുള്ള കൃത്യമായ സൂചനയാണിത് ഈ പ്രയോഗത്തിലൂടെ ഖുർആൻ നമുക്ക് നൽകുന്നത്. എന്താണ്? മുസ്ലിമും ആകാൻ പാടില്ല, കദ്ദാബും മുസ്ലിഫും ആകാൻ പാടില്ല, കദ്ദാബും ആകാൻ പാടില്ല. എന്താ മുസ്ലിഫ്? മുസ്ലിഫ് എന്താ? അതിര് കവിഞ്ഞവൻ. കദ്ദാബോ? നിഷേധിക്കുന്നവൻ. ഈ നമ്മള് എന്താ പറയാ, വാട്ടർ സ്കെയിലൊക്കെ കണ്ടില്ല? ഇവിടെ വാട്ടർ ബാലൻസ് നോക്കുന്ന സാധനമല്ലേ സ്കെയില്, അത് കണ്ടിട്ടോ? അതിനെന്തുണ്ടാവും? ഒരു കുമിളി ഉണ്ടാവും, രണ്ട് വര ഉണ്ടാവും. അങ്ങോട്ട് പോയാലും കുഴപ്പമാണ്, ഇങ്ങോട്ട് അതാണ് കുഴപ്പമാണ്. ഇങ്ങോട്ട് വന്നാൽ താവുണ്ടാവും, അങ്ങോട്ട് പോയാൽ കയറ്റുണ്ടാവും. താവ് ഉണ്ടാവാൻ പാടില്ല, കയറ്റം ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? നേരെ നിൽക്കണം. പക്കതാലിക്ക് ജാലിനാക്ക് ഉമ്മത്തെ വസ്താറല്ലേ, മധ്യമ സമൂഹാക്കി എന്നൊക്കെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? നേരെ നിൽക്കണം. ഒരു വിശ്വാസി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വാസ രംഗത്തായിക്കൊള്ളട്ടെ, കർമ്മരംഗത്തായിക്കൊള്ളട്ടെ, മുസ്ലിഫ് ആകാൻ പാടില്ല. രണ്ടാമത്തത് കദ്ദാബും ആകാൻ പാടില്ല, നിഷേധിയും ആകാൻ പാടില്ല. നമുക്ക് ഇടയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് വെച്ചാല് നമ്മളെ മാത്രല്ല, ഇസ്ലാമിക സമൂഹത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും കക്ഷികളും ഉടലെടുത്തതൊക്കെ ഈ രണ്ട് കാര്യത്തിന്റെ പേരിൽ. ഒന്നുകിൽ നിഷേധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആദ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്ന ഏതാ? ആദ്യത്തെ പ്രശ്നം എന്താ? ആരെയും യുദ്ധം നടക്കണേ? ഉസാമത്ത് ബിൻ സയ്യിദിന്റെ ഒരു സംഘത്തെ റസൂലുള്ളാഹി തയ്യാറാക്കി അത് വിടുന്നുണ്ട്. അതല്ല, വേറെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ആദ്യത്തെ യുദ്ധം ഏതാ? മുസ്ലിങ്ങൾക്കിടയിൽ എന്ന് പറയാൻ പറ്റില്ല, യുദ്ധത്തോടു കൂടി ഒരു വിഭാഗം മുസ്ലിം അല്ലാതായി. അവർ അതൊക്കെ ഇപ്പോ അതിന്റെ അടിയിലെന്ത് ഞാൻ തരാം? ജബൽ യുദ്ധം 54 കാലത്തല്ലേ? ഏതാ മുസ്ലിങ്ങൾക്കിടയിൽ? സകാത്ത് നിഷേധിച്ച ആൾക്കാരുണ്ടായിരുന്നില്ല, സകാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച ആൾക്കാർ, അവരുമായിട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലേ? അതാണ് മുസ്ലിങ്ങൾ മുസ്ലിമാണെന്നും അതേപോലെ യുദ്ധത്തോടു കൂടി അവർ എന്ത് ചെയ്തു? മുസ്ലിം അല്ലാതെ, ആ എതിർ വിഭാഗം മുസ്ലിം അല്ലാതെ, അത് വേറെ കേസ്. അപ്പൊ അവരെന്താണ് ചെയ്തത്? നിഷേധിച്ചു, കൊടുക്കൂല. അല്ലെങ്കിൽ പ്രമാണത്തിൽ ഉള്ള, കൃത്യമായ ബയ്യിനാത്തിൽ ഉള്ള സംഗതിയാണെന്ത്?
സകാത്ത് കൊടുക്കണമെന്നത്. അതിനെ നിഷേധിച്ചു. വേറെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു? എനിക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് വരാം. ഷിയാക്കൾ എവിടെയാണ് പയച്ചു പോയത്? ഷിയാക്കള് അലിയുടെ വിഷയത്തിന് എന്ത് ചെയ്തു? അതിര് കവിഞ്ഞു. അപ്പൊ അതിര് കവിയാനും പാടില്ല, നിഷേധിക്കാനും പാടില്ല. കൃത്യമായി പറഞ്ഞാൽ ഖുർആനും സുന്നത്തും പറയാത്തൊരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? കാലഘട്ടത്തിനനുസരിച്ചായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദമ്മാക്കുക. നമുക്കിട്ടല്ലോ മറ്റേ ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കണമായി അതിശയോക്തി കലർത്തിയിട്ടൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ഉഷാറാക്കിയിട്ട് പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? ഖുർആനും സുന്നത്തിനും ഇല്ലാത്ത കാര്യം കൂട്ടി പറയാം. രണ്ടാമത്തെ വിഭാഗം എന്താ? ഖുർആനും സുന്നത്തിന് സ്ഥിരപ്പെട്ട കാര്യം എന്തോ കാരണം, എന്ത് കാരണം കൊണ്ടായിക്കൊള്ളട്ടെ, അതിനെ നിഷേധിക്കുക. രണ്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇന്നല്ലാഹു ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എപ്പോഴും ഈ രണ്ടിന്റെ അടിയിലാണ്. നിഷേധത്തിനും അതിന് കവിയിലും ഒരു മധ്യമ നിലപാടാണ് അഹ്ലുസുന്ന. എല്ലാ കാലത്തും ഖദറിനെ നിഷേധിച്ച ആൾക്കാരുണ്ട്. ഖദരിയാക്കൾ അല്ലെ, ഖദറിനെ നിഷേധിച്ച ആൾക്കാരുണ്ട്. ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖദറിനെ നിഷേധിക്കാതെ നമുക്കൊരു റോളേ ഇല്ല. എല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിലും കൂടി മനുഷ്യത്തിന് ഇഖ്തിയാറുണ്ട് അല്ലെ? അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്തിയാറില്ലെങ്കിൽ പിന്നെ ഹിസാബിന് പ്രസക്തി ഉണ്ടോ? ഹിസാബിന് പ്രസക്തി ഇല്ല. ആ ഇഖ്തിയാർ പോലും ഇല്ല. പിന്നെയോ എല്ലാം ഖദറാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകണം. അപ്പോ അങ്ങനെ അതിനെ അതിശയോക്തി കലർത്തി ബാധിച്ച ആൾക്കാർ രണ്ടും പേച്ച കക്ഷികളാണ്. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിലും മനുഷ്യനെന്നുണ്ട്, അതിൽ ഇഖ്തിയാറുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ കുറ്റക്കാരൻ അല്ല. ഞാനിപ്പോ ഇവിടുന്ന് അന്നൊക്കെ എടുത്തൊരു കല്ലിട്ടി. അപ്പൊ കല്ലെടുത്തിന് മൂപ്പരം മുന്നിരിക്കുന്ന ആളെ എറിഞ്ഞു. ഒരു കാര്യമില്ലാതെ അയാൾ എറിഞ്ഞു. ആ ശക്തി എനിക്ക് തന്നതാരാ? അള്ളയാണ്. അതെനിക്ക് വിധിച്ചതാരാ? അള്ളയാണ്. പക്ഷെ കുറ്റക്കാരനാരാ? ഞാനാണ്. കാരണം എനിക്ക് അയാൾ എറിയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല തന്നിട്ടുണ്ട്. പക്ഷെ ഈ വിഭാഗം എന്ത് ചെയ്തു? എല്ലാം അള്ളാഹുവിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തു? ഖദറിന് മാത്രമേ റോളുള്ളൂ, മനുഷ്യന് യാതൊരു റോളും ഇല്ല. ചുരുക്കി പറയേണ്ട വിശദമായ ഇതിലേക്ക് പോലും. മറ്റേ വിഭാഗം എന്ത് ചെയ്തു? ഖദറൊന്നുമില്ല, മനുഷ്യനാണ് എല്ലാം എന്നത് നിനക്ക് എന്ത് ചെയ്തു? അങ്ങനെ നിഷേധിക്കുന്നു. അപ്പൊ നിഷേധത്തിനും അതിശയോക്തി അല്ലെങ്കിൽ അതിവാദത്തിനും മധ്യമ നിലപാടാണ് എപ്പോഴും അഹ്ലുസുന്ന സ്വീകരിച്ചത്. ആ നിലപാടിൽ നിന്നാൽ കക്ഷിത്വം ഉണ്ടാവില്ല, ഭിന്നിപ്പുണ്ടാവില്ല, തർക്കങ്ങളും ഉണ്ടാവില്ല. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓരോ സന്ദർഭം കിട്ടും അതിനോട് യോജിപ്പിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ആ മനുഷ്യൻ എങ്ങനെ പറയാണ്? എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്. യാ ഖൗമി ലകുമുൽ മുൽകുൽ യൗം ളാഹിരീന ഫിൽ അർളി ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ. എന്നിട്ട് അദ്ദേഹം വീണ്ടും മനുഷ്യനോട് പറഞ്ഞു, യാ ഖൗം, അല്ലയോ കൂട്ടരെ, ലകുമുൽ മുൽകുൽ യൗം ളാഹിരീന ഫിൽ അർളി, ഭൂമിയിൽ പ്രത്യക്ഷരായി ഭൂമിയിൽ കാണുന്ന നിലക്ക് എല്ലാവരും മികച്ച നിലക്ക് മുൽകുൽ യൗം നിങ്ങൾക്കുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മെ ആരാണ് സഹായിക്കുക? ഇപ്പൊ നിങ്ങൾക്ക് അധികാരമൊക്കെ ഉണ്ട്, അഹങ്കരിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ അള്ളാഹിന്റെ ശിക്ഷ വന്നാൽ നിങ്ങളെ ആരാണ് സഹായിക്കുക? അതൊക്കെ മനുഷ്യരുടെ മനസ്സിലേക്ക് സ്വാധീനം നൽകുന്ന വർത്താനാണ്. ഒന്ന്, അള്ളയാണ് റബ്ബ് എന്ന് പറഞ്ഞ നിങ്ങൾ ഒരാളെ കൊല്ലാൻ പോവാണോ? ആ മനുഷ്യൻ വെറുതെ വന്ന് അള്ളാഹ് വെറുതെ അങ്ങാടിക്ക് പറഞ്ഞതല്ല. പിന്നെയോ ജാഅക്കും ബിൽ ബയ്യിനാത്ത്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇനി ആ മനുഷ്യൻ കള്ളം പറയുകയാണെങ്കിൽ ആ കള്ളത്തിന്റെ ശിക്ഷ ആയിരിക്കാം ആ മനുഷ്യനാണ്. സത്യം പറയുകയാണെങ്കിലോ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലോ അവിടെ എന്ത് ചെയ്യും? ആ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടങ്ങാറാവും. ഇപ്പോ നിങ്ങൾ അധികാരത്തിന്റെ ബലത്തിൽ, നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ബലത്തിൽ, അഹങ്കാരത്തിന്റെ പുറത്ത് നിങ്ങൾ ഈ കാട്ടിക്കൂടുന്നത്. പക്ഷേ അള്ളാഹിന്റെ ശിക്ഷ വന്നാൽ നിങ്ങൾക്ക് തേങ്ങയില്ല, നിങ്ങളെ സഹായിക്കാൻ
ആരുണ്ടാവില്ല. കാരണം കഴിഞ്ഞു പോയ ശിക്ഷകളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടായിരുന്നു. കഴിഞ്ഞു പോയ ശിക്ഷ ഏതൊക്കെ അടുത്ത ആയതെങ്കിലും പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ കുറെ ശിക്ഷകളുണ്ട്. ഏതൊക്കെയാ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെള്ളപ്പൊക്കം, ആദ്, സമൂദ്, പല അനുഭവങ്ങളും ചരിത്ര സാക്ഷ്യങ്ങളും അവർക്ക് മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശിക്ഷ വന്നാൽ നിങ്ങളെ സഹായിക്കാൻ എന്തില്ല, ആരുണ്ടാകൂല എന്ന് പറഞ്ഞപ്പോ ഫിറോൻ പിന്നെ സൗമ്യനാണ്. ഫിറോനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഫിറോൻ ആരാ? വേറൊരു റബ്ബിനെ എനിക്ക് അറിയില്ലട്ടോ. ഞാനല്ലാത്ത ഒരു റബ്ബിനെയും നിങ്ങൾക്ക്, ഞാനല്ലാത്ത റബ്ബ് നിങ്ങൾക്കോ അന റബ്ബുക്കുമിലായ, ഞാനാകുന്നു ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാകുന്നു എന്നൊക്കെ പറഞ്ഞ ഫിറോൻ പിന്നൊന്ന് പറയാണ്. ഒന്ന് സോഫ്റ്റ് ആണ്. കാരണം എന്താ? എതിരാളിയല്ല പറയണത്, കൂട്ടത്തിലുള്ള തന്നെയാണ് എന്ത് പറയണത്. കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ്. പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഭാഷയിൽ സംസാരിക്കണത്. ആ സമയത്ത് ഫിറോൻ പറയാണ്, قال فرعون ما أريكم إلا ما أراه وما أهديكم إلا سبيل الرشاد. قال فرعون പറഞ്ഞു, മാ ഉരീക്കും ഇല്ലാ മാ അറാ, മാ ഉരീക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ഇല്ലാ മാ അറാ ഞാൻ കാണുന്നതല്ലാതെ. ഭാഷാപരമായ അർത്ഥത ഉദ്ദേശം മാ ഉരീക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നില്ല. ഇല്ലാ മാ അറാ ഞാൻ നല്ലതായി കാണുന്നതല്ലാതെ. നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. വമാ അഹ്ദീകും ഇല്ലാ സബീല റഷാദ് ഞാൻ റുഷ്ദിന്റെ മാർഗത്തിലല്ലാതെ, എന്താണ് സന്മാർഗം, ശരിയായ മാർഗത്തിലല്ലാതെ ഞാൻ നിങ്ങളെ വഴി നയിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് എനിക്ക് നല്ലതായി തോന്നുന്നത് ഞാൻ അതൊരു സോഫ്റ്റ് വശമാണ്. പണ്ട് മുസാ നബി വന്ന ടൈം എന്താ നേരത്തെ പറഞ്ഞ വാക്കാണ്. എന്താ? പമാ റബ്ബുകുമാ യാ മൂസ ഇന്നി അന റബ്ബുകുമുൽ ആയ. അതൊക്കെ അഹങ്കാരിയുടെ വർത്താനാണ്. ആ അഹങ്കാരിയുടെ മനസ്സിനെ പോലും ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്തു സ്വാധീനിക്കാൻ. അതുകൊണ്ട് നമ്മൾ സ്വാധീനിക്കുന്ന വാക്കുകൾ എന്ന് പറയാൻ കാരണം ആയ റജുലുൽ മുഅ്മിൻ, വിശ്വാസിയായ മനുഷ്യന്റെ വാക്കുകൾ എന്ത് ചെയ്തു ആ ഫിറോനെ പോലും ചെയ്തു സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും വിശ്വാസിയായ ആൾ പറയാണ്, വഖാലല്ലദീ ആമന യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ് മിസ്ല ദഅബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം വമല്ലാഹു യുരീദു ളുൽമൻ ലിൽഇബാദ്. വഖാല അല്ലദീന ആമൻ ആ വിശ്വസിച്ച ആൾ വീണ്ടും പറയുകയാണ്, യാ ഖൗമി അല്ലയോ കൂട്ടരെ, എന്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും ഞാൻ നിങ്ങളെ മേൽ ഭയപ്പെടുകയാണ്, മിസ്ല യൗമിൽ അഹ്സാബ് സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ഒന്നിനെ ഞാൻ നിങ്ങളുടെ മേലും ഭയപ്പെടുകയാണ്. ഏതാണ് ആ സഖ്യകക്ഷികൾ? ഏതാണ്? മിസ്ല ദഅബി ഖൗമി നൂഹ്, മിസ്ല ദഅബി ഖൗമി നൂഹ് നൂഹിന്റെ ഖൗമിന്റെ പതിവ് പോലെ, വആദിൻ വസമൂദ് ആദിന്റെയും, അത് കുറച്ച് മുമ്പ് പറഞ്ഞ വിഷയമാണ് ഇങ്ങനെ പോണത്, ആദിന്റെയും സമൂദിന്റെയും ഒക്കെ ഖൗമിലുണ്ടായതുപോലെ, വല്ലദീന മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ളവരിലും ഉണ്ടായതുപോലെ, വമല്ലാഹു യുരീദു ളുൽമൻ ലിൽഇബാദ് അല്ലാഹു എന്ത് ചെയ്യുന്നില്ല തന്റെ ദാസന്മാരുടെ മേൽ അല്ലാഹു ദുൽമ് ഉദ്ദേശിക്കുന്നില്ല. അനീതി, അക്രമം അല്ല റബ്ബ് ഉദ്ദേശിക്കുന്നത്, മറിച്ച് നീതിയാണ്. എന്താണ് നൂഹ് നബിയുടെ സമൂഹത്തിൽ ഉണ്ടായത്? നൂഹ് നബിയുടെ സമൂഹത്തിൽ എന്തുണ്ടായത്? വെള്ളപ്പൊക്കെ ഫസ്റ്റ് ഉണ്ടായത് അല്ലല്ലോ. നൂഹ് നബി ഉണ്ടായില്ലേ? നൂഹ് നബി ദഅവതു ഖൗമി ലൈലൻ വനഹാറ രാപ്പകൽ ഭേദമന്യേ എന്ത് ചെയ്തു? അവരെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടോ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാരല്ലാതെ എന്ത് ചെയ്തിട്ടില്ല
ആ ക്ഷണം സ്വീകരിച്ചില്ല മാത്രമല്ല ജഅലൂ അസാബിഅഹും ഫി ആദാനിഹിം, ചില ആൾക്കാരൊക്കെ വിശദീകരിക്കാൻ പറയാറുണ്ട്, എന്താ ചെവി മൂടാൻ എത്ര പേരല്ല വേണ്ടേ? എത്ര പേരല്ല മതി? ഒറ്റ മതി അല്ലേ? ഒരു ചെവിക്കൊന്നും പോലെ ജഅലൂ അസാബിഅഹും, ചിലപ്പോ എന്താകാം അവരൊക്കെ മൂടി എന്നുള്ള അർത്ഥത്തിലാകാം, അല്ലെങ്കിലോ തീരെ കേൾക്കുന്നതിലേക്ക് എല്ലാം കൂടെ കുത്തി കയറ്റി ഒരു നിരക്കും തീരുത്, അത് കേൾക്കരുത്. ചെവി മൂടിയാൽ നിർത്തിയോ? ചെവി മൂടിയാൽ എന്ത് ചെയ്യാം? നമ്മള് മറ്റേ ഇപ്പൊ ന്യൂസിലൊക്കെ കാണില്ലേ, തടിയിലൊരു കോളം കാണും, എന്താണ് ഇഷാറകൾ കാണും. ഇഷാറയിലൂടെയും വേണം പറഞ്ഞു കൊടുക്കാം. ചെവി കേൾക്കാത്തവർക്ക് ഇഷാറയിലൂടെ എന്ത് ചെയ്തു? മുഖം മൂടി, വല്ലാത്ത കോപ്പാണ്. എന്ത് ചെയ്തു? ചെവിയും പൊത്തി, കണ്ണും പൊത്തി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കേൾക്കാനും തയ്യാറായില്ല, കാണാൻ പോലും നോക്കാൻ പോലും അവർ തയ്യാറായില്ല. നൂഹ് നബി കുറെ പറഞ്ഞു, അവർക്ക് ഭൗതികമായ ആവശ്യമുള്ള സംഗതികളൊക്കെ പറഞ്ഞത്, അള്ളാഹിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? പാപമോചനം തേട്, അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പാപം പുറത്തരും, അവൻ ആകാശത്ത് മഴ വർഷിപ്പിച്ചു തരും, അങ്ങനെ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ മുളപ്പിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവരെ ചെയ്യില്ല, കേൾക്കാൻ തയ്യാറായില്ല. ചരിത്രത്തിൽ പറഞ്ഞ 950 കൊല്ലത്തോളം എന്ത് ചെയ്തു? പ്രബോധനം നടത്തി. ഒരു നിലക്കും കേൾക്കാൻ തയ്യാറുള്ള പണം ചെയ്തത് അള്ളാഹ് എന്ത് ചെയ്തത്? അവരെ നശിപ്പിച്ചത് അല്ലേ? അപ്പോ അനീതിയാണ് റബ്ബ് ഉദ്ദേശിക്കുന്നത്, ദുൽമാണ് അന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? പക്ഷെ തന്നെ നശിപ്പിച്ചാ പോരെ? നശിപ്പിച്ചോ? പല വട്ടം അവർക്ക് എന്ത് ചെയ്തു? അവസരങ്ങൾ കൊടുത്തു, ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. എന്നിട്ടും അവർക്കൊരു സൂചനയും കൊടുത്തു. എന്താ? മരുഭൂമിയിൽ ഒരാൾ കപ്പലുണ്ടാക്കുക, അപ്പൊ സൂചനയും കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അള്ളാന്റെ ശിക്ഷ ഇറങ്ങിയത്. അള്ളാഹു ഇത്തരം ആൾക്കാരെ, ആദ്, സമൂദ്, നൂഹ്, അല്ലെങ്കിൽ അതിനുശേഷം വന്ന ആൾക്കാരെ ഒക്കെ അള്ളാഹു ശിക്ഷനെ കുറിച്ച് തഫ്സീറുകൾ കാണാൻ കഴിയും. അള്ളാഹ് എന്തിനോട് അവരെ ശിക്ഷിച്ചത്, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചതുകൊണ്ടാ? ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ മാത്രമല്ല, അവന്റെ പ്രവാചകന്മാരെ വ്യാജമാക്കി, അല്ലെങ്കിൽ ദൈവിക സന്ദേശങ്ങളെ നിഷേധിച്ചു കളഞ്ഞു. അവന്റെ കൽപ്പനകളെ, അള്ളാന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചു അല്ലെ? അള്ളാന്റെ പലപ്പോഴും ഖുർആനിന്റെ ഒക്കെ ബനൂ ഇസ്രായേലൊക്കെ കാണാൻ കഴിയും. എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അതേ ചെയ്യുള്ളൂ. നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ചില കുട്ടികളെ കണ്ടില്ല, അങ്ങോട്ട് പോകുന്നവരെ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകുന്നവരെ അങ്ങോട്ട് പോകും. അതേമാതിരിയാണ് എന്ത് പറഞ്ഞോ അതിനെതിരെ അവരെ പാപങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തു? അള്ളാഹ് അവസരം കൊടുക്കും. എന്തിന്? ഇസ്തിഗ്ഫാർ നടത്താനില്ലേ അവസരം കൊടുക്കും. പാപങ്ങൾ മാത്രമല്ല, പിന്നെയോ ദൈവദൂതന്മാരെ നിഷേധിക്കുക, അള്ളാഹുക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുക, അങ്ങനെ എല്ലാം കൂടി ഒത്തുവന്നപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹു അവരിൽ അള്ളാഹിന്റെ ശിക്ഷ ചെയ്തു, അള്ളാഹിന്റെ തീരുമാനം നടപ്പിലാക്കി എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹ് വെറുതെ എന്ത് ചെയ്യും? സുപ്രഭാതത്തില് ഇത് കുറെ ആളായല്ലോ, നമ്മളൊക്കെ മറ്റേ ഗവൺമെന്റ് ഒക്കെ ജനകീയാസൂത്രണമൊക്കെ നിശ്ചയിക്കുമല്ലോ, നാട്ടിൽ കുറെ ആൾക്കാരുടെ GDP കുറയാണ്, പിന്നെ പണപ്പെരുപ്പം വർദ്ധിക്കുകയാണ്, അപ്പൊ ജനസംഖ്യ നിയന്ത്രിക്കണം, എന്നാ പിന്നെ ഒരു ബില്ല് പാസ്സാക്കുക. എന്നാ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ കുറച്ചൊക്കെ മുമ്പ് ഇപ്പൊ വയനാടും മറ്റേ അങ്ങനെ കുറച്ച് കാട്ടുപന്നിയൊക്കെ വല്ലാണ്ട് കൃഷി ചെയ്യിപ്പിച്ചു. കാട്ടുപന്നിനെ കൊന്നാലോ ഭയങ്കര കേസും. ഇപ്പൊ എന്തായി? ഇപ്പൊ നിരത്തി വെടിവെച്ചു കൊല്ലുകയാണ്. എന്താ? അവര് നിയമം പാസ്സായി. എനിക്ക് കുറച്ച് ഞാൻ പുല്ല് വെടിവെക്കാൻ നിയമം വന്നാലോ പുല്ല് വെടിവെക്കാം. അതങ്ങനെയാണല്ലോ. അതേപോലെ അള്ളാഹ് സുപ്രഭാതത്തില് എന്തെങ്കിലും വോട്ട് ബാങ്ക് നോക്കിയിട്ടോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ കാര്യങ്ങൾ നിയന്ത്രിക്കണം, വോട്ട് ബാങ്ക് നോക്കിയിട്ടോ, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ മുഖം നോക്കിയിട്ടോ, വസ്ത്രം നോക്കിയിട്ടോ ഒക്കെ എടുക്കുന്ന തീരുമാനം അല്ല. അതൊരു സുപ്രഭാതത്തിൽ എടുക്കുന്ന തീരുമാനം എന്നല്ല. പിന്നെയോ അള്ളാഹു അതെല്ലാ സമൂഹത്തിനും അങ്ങനെ. അള്ളാഹ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ അള്ളാഹു തീരാ നമ്മളെ ഒറ്റടിക്ക് പിടികൂടില്ല. അങ്ങനെ പിടികൂടുകയാണെങ്കിൽ ഭൂമി വെത്ത് ഞാനും നിങ്ങളും അടക്കം ഒരാളും തീരാം ബാക്കിയുണ്ടാവില്ല. അള്ളാഹ് കുറെ അവസരങ്ങൾ തരും.
അങ്ങനെ ഒരു നിലക്കും ശരിയാവില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാം? ഒരു നിലക്കും ശരിയാവില്ല എന്ന് കാണുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യാം? അവരെ പിടിക്കുക. അപ്പൊ ഒന്നാമത്തെ എന്താ? ഈ വ്യക്തി അവരുടെ പേര് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണത് ഇഹലോകത്ത് വരാനുള്ള പ്രശ്നങ്ങൾ. നൂഹിനും സമൂദിനും, നൂഹിന്റെ നൂഹിനും ആയതിനും സമൂദിനൊക്കെ എന്താണ്? ഇഹലോകത്തിന്റെ ശിക്ഷ വന്നു. രണ്ടാമത്തത് നിങ്ങൾ നിലവിളി കൂട്ടുന്ന ദിവസത്തെ കുറിച്ചും ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയാണ്. ആ നിലവിളി കൂട്ടുന്ന ദിവസം ഏതാണ്? അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണവും രക്ഷയും കിട്ടാതെ നിങ്ങൾ തിരിഞ്ഞോടുന്ന ദിവസമാണിത്. അതേതാ ദിവസം? പരലോകം, യൗമുൽ ഖിയാമയാണ്. അപ്പൊ ഇഹലോകത്തും പരലോകത്തും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ശിക്ഷ വരാനുണ്ട്. എങ്ങനെ? മൂസയെ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ, മൂസയെ നിങ്ങൾ അദ്ദേഹം തെളിവുകൾ കൊണ്ടുവന്ന് അള്ളയാണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക സന്ദേശങ്ങളെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൂസാ നബി നമ്മുടെ മുന്നിലില്ല, ഫിറൗൻ നമ്മുടെ മുന്നിലില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ നിന്നുണ്ട് ദൈവിക സന്ദേശങ്ങളുണ്ട്, ദൈവിക ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ, ആ ദൃഷ്ടാന്തങ്ങളെ തള്ളാൻ നമ്മൾ തയ്യാറായാൽ, ആ ദൃഷ്ടാന്തങ്ങളെ അവഹേളിക്കാനും അവമതിക്കാനും നമ്മൾ സന്നദ്ധരാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഭയപ്പെടണം. എന്ത്? പിന്നെ പരലോകത്തെ അന്ത്യനാളിലെ ശിക്ഷ. ആ ദിവസത്തിന്റെ പ്രത്യേകത നിലവിളിച്ച് പിന്തിരിഞ്ഞോടും അന്ന് തീരാം. അള്ളാഹുവിൽ നിന്നുള്ള ഒരു രക്ഷയും ഉണ്ടാവില്ല. ഇന്ന് കുറെ അവസരങ്ങളുണ്ട്. അള്ളാഹുവിനെ മുന്നിലെത്തിയാലോ വിശ്വാസികളില്ലാത്തവർക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. അള്ളാഹു ആരെങ്കിലും പിഴവിലാക്കിയാൽ അവർക്ക് മാർഗദർശനം നൽകാൻ, അവർക്ക് വഴി കാണിക്കാൻ ഒരാളെ കിട്ടൂല. അതുകൊണ്ട് തന്നെ വലാലത്ത് നിന്ന് ഹിദായത്തിലേക്കുള്ള യാത്രയിലായിരിക്കണം നമ്മൾ എപ്പോഴും. ആ പ്രാർത്ഥനയിലും അതേപോലെ ഹിദായത്ത് മുറുകെ പിടിക്കാൻ, ഹിദായത്ത് നിലകൊള്ളാനുമുള്ള പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ. അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. 33 ആയത്തോടകം അടുത്തത്.